ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോണാസ് ക്രിയേറ്റീവ് ഹബ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ ചൂടാൻ വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അലിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സ്പൂണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് തനിയെ ഉരുകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ പാത്രം ചുറ്റിച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പഞ്ചസാര മുഴുവനായിട്ടും മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്പൂണൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഫുൾ പഞ്ചസാര ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്ത് പഞ്ചസാര കുറച്ച് ക്രിസ്റ്റലൈസ് ആയിട്ട് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് ഈ തവി ഉപയോഗിച്ച് ഇളക്കി കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇത് പഞ്ചസാര ലൈന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊരു ഹാഫ് ആക്കിയെടുക്കണം. നന്നായിട്ട് കുറുകി ഒരു 1/2 കപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് നാറാനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ റമ്മിൽ 1 മാസം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഈ മൈദ വെച്ച് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാം പരിപ്പോടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് കേക്കിൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു സ്ഥലത്തേക്ക് അടിഞ്ഞുകൂടാതെ എല്ലാ സ്ഥലത്തും എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് ഷുഗർ സ്പൈസസും കൂടെ ഒരുമിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 200 ഗ്രാം മൈദയാണ്. ഇതിലേക്ക് നമുക്കിനി ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറോടെ നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ്. നമുക്കിതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബട്ടർ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയും ബട്ടറോട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയും സ്പൈസസ് കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചതാണ്. ഇടയ്ക്ക് നമുക്കിതൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് സൈഡിൽ കൂടെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് പയ്യൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും കേക്കിന് ബീറ്റ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിത് 4 ഘട്ടമായിട്ട് ഇത് ഫുള്ള്
മുട്ട ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇപ്പം നമ്മൾ 4 മുട്ടയും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് ബീറ്റ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കാരമലൈസ് ചെയ്തെടുത്ത ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് 2 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഹാഫാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി നമ്മൾ പതിയെ മാത്രമേ ബീറ്റ് ചെയ്യാവുള്ളൂ, ഒത്തിരി ഓവറായി പോകരുത്. അതുകൊണ്ടാണ് ഞാനിവിടെ വിസ്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുമാതിരി ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മൈദ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൈദ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത്. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കേക്ക് ടിന്നിന് ബട്ടർ തേച്ച് ബേക്കിംഗ് ഷീറ്റ് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് കേക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് എയർ ബൗൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി ഞാനിപ്പോൾ ഒരു ഓവൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വെച്ച് കൊടുത്തൊരു 45 മിനിറ്റ് നമുക്ക് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വെന്തോന്നറിയാനായിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ നമ്മളൊന്ന് ഞെക്കി നോക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പോൾ സ്റ്റിക്കിലൊട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പം നമുക്കിത് മനസ്സിലായി കേക്ക് വെന്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കേക്ക് വെന്തോന്നറിയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.